അങ്ങനെ 2 ആഴ്ചത്തെ ലീവിന് ശേഷം വീണ്ടും തിരിച്ച് വർക്കിലേക്ക്. വീടിനോട് യാത്രയൊക്കെ പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക്. ബൈ മെട്രോ. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പോവാറ്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പ്രവാസിയുടെ പ്രിവിലേജ് ഒന്നും നമുക്കില്ലേ. നേരത്തെ എയർപോർട്ടിൽ എത്തിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി ഇറങ്ങി കുറച്ചൊന്ന് കറങ്ങി. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോഴേ നമ്മൾ ഗേറ്റിലോട്ട് പോകുള്ളൂ. ഇപ്രാവശ്യം ഇൻഡിഗോ തന്നെ. എപ്പോഴാണാവോ ഒരു മാറ്റം ഉണ്ടാവുക. അതും ഏറ്റവും ബാക്ക് സീറ്റ്, അതും സൈഡിൽ. വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കുറച്ചു നേരം ടേക്ക് ഓഫ് നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ ലൈറ്റ് ഓഫ് ആയപ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കുവൈറ്റിലേക്കല്ല, നമ്മൾ ഒമാനിലേക്ക്. അതെ, നമ്മൾ കമ്പനിയും കൺട്രിയും മാറി. റോക്കി ബൈ നേരത്തെ വിട്ടിപ്പോയത് ഇതിനു വേണ്ടിയാണ്. തിരിച്ച് പെട്ടെന്ന് പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ. മസ്കറ്റ് എയർപോർട്ട് കൊള്ളാം. മച്ച് ബെറ്റർ ദാൻ കുവൈറ്റ്. ഇവിടെ വെൽക്കം ടു മസ്കറ്റ് എന്ന് എഴുതി കാണിച്ചായിരുന്നു. നിങ്ങളെ കാണിക്കുന്ന മുന്നേ അത് പോയി. പിന്നെ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ടാക്സിയും പിടിച്ച് റൂമിലെത്താനാണ് ഞാൻ നോക്കിയത്. കമ്പനിയൊക്കെ മച്ച് ബെറ്റർ ആണെങ്കിലും ഫസ്റ്റ് ടൈം വന്നിട്ട് നമ്മളെ റിസീവ് ചെയ്യാൻ പോലും ആരും എത്തിയില്ല എന്നുള്ളൊരു പരിഭ്രമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റി. പിന്നെ ഇവിടെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിലെ യൂബർ ഉള്ളതുപോലെ ഇവിടെ ഒല ടാക്സി ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമെത്തി. ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങി. ബാക്കിയൊക്കെ നാളെ. അപ്പോൾ ഓക്കെ ബൈ.